16 വയസ്സിൽ താഴെയുള്ളവർ ഇനി സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത്. ഓസ്ട്രേലിയയിൽ പുതിയ നിയമം പ്രാബല്യത്തിലായിരിക്കുകയാണ്. ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, യൂട്യൂബ്, സ്നാപ്ചാറ്റ്, എക്സ്, റെഡിറ്റ്, ത്രെഡ്സ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് പൂർണ്ണമായും പ്രവേശനം നിരോധിച്ച ആദ്യത്തെ രാജ്യം കൂടിയാണ് ഓസ്ട്രേലിയ. ടെക് ഭീമന്മാരിൽ നിന്ന് വീടിന്റെ അകത്തളങ്ങളുടെ അധികാരം തിരികെ പിടിക്കാൻ കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന സുവർണ അവസരമാണിതെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് അഭിപ്രായപ്പെട്ടു. ഓസ്ട്രേലിയയുടെ പാത പിന്തുടർന്ന് കൂടുതൽ രാജ്യങ്ങൾ ഈ നിയമം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നുവെന്ന് പല പഠനങ്ങളും ചൂണ്ടിക്കാട്ടിയിരുന്നു. കുട്ടികളെ ബുള്ളി ചെയ്യുക, ബോഡി ഷെയിം ചെയ്യുക, ഉറക്കക്കുറവ്, പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ വരിക തുടങ്ങി പല പ്രശ്നങ്ങളും ചെന്നു നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിലായിരിക്കും. തുടർന്ന് 2023 തന്നെ ഓസ്ട്രേലിയൻ സർക്കാർ സോഷ്യൽ മീഡിയ സുരക്ഷാ നിയമങ്ങൾ ശക്തിപ്പെടുത്തിയിരുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരുടെ പ്രായം പരിശോധിക്കാനുള്ള സംവിധാനം കൊണ്ടുവരുമെന്നും സെൽഫി, ID അപ്ലോഡ്, ബാങ്ക് ഡീറ്റെയിൽസ് എന്നിവ ഉപയോഗിച്ച് പ്രായം പരിശോധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നിയമം പാലിക്കാത്ത പ്ലാറ്റ്ഫോമുകൾക്ക് $33 മില്യൺ വരെ പിഴ ചുമത്തിയേക്കാം. ഇതൊരു നിരോധനമല്ല, ഡിലേ ആണെന്നാണ് അധികൃതർ പറയുന്നത്. അതായത് 16 വയസ്സ് പൂർത്തിയാകുന്നത് വരെ സോഷ്യൽ മീഡിയ ഉപയോഗം വൈകിപ്പിക്കുക. യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ അക്കൗണ്ട് ഇല്ലാതെ വീഡിയോ ഒക്കെ കാണാനാകും, പക്ഷെ പോസ്റ്റ് ചെയ്യാനോ കമന്റ് ചെയ്യാനോ ഒന്നും കഴിയില്ല. നിയമം ലംഘിച്ചാൽ കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ അല്ല, പ്ലാറ്റ്ഫോമുകൾക്കാകും ശിക്ഷ ലഭിക്കുക. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഓസ്ട്രേലിയൻ മോഡൽ നിരീക്ഷിച്ചു വരികയാണ്. UK-യിൽ 13 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ ബാൻ നിലവിലുണ്ടെങ്കിലും അത് 16 വയസ്സ് വരെ വ്യാപിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയിലും ഈ വിഷയം വലിയ ചർച്ചയായിട്ടുണ്ട്. ഇന്ത്യയിലെ OTT പ്ലാറ്റ്ഫോമുകളിൽ ആധാർ, ബയോമെട്രിക് വെരിഫിക്കേഷൻ ഉൾപ്പെടുത്തണമെന്ന് വരെ നിർദ്ദേശം വരുന്നുണ്ട്. സർക്കാർ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയം സോഷ്യൽ മീഡിയ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് ചർച്ചകൾ നടത്തി വരികയാണ്.